സമർക്കന്ദിയും ശംസുലുലമയും കൂടെ ഇരിക്കുന്ന രംഗം. ഒന്നിച്ചിരുന്നിട്ട് ഒരിക്കൽ ശംസുലുലമ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മഹാനുഭാവന്റെ ശിഷ്യനായിരിക്കുന്നു, ഇതുവരെയും ഞാൻ ഈ മഹാൻ ശിഷ്യനായിരുന്നില്ല. വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാം. കാരണം അബ്ദുൽ ഖാദർ ഫൈസി ഹൃദയസ്പൃക്കായി ഗദ്ഗത കണ്ഠനായി പറയാറുണ്ട്, 2 വട്ടം ഞാൻ ഉസ്താദിനെ ഉമർ സമർക്കന്ദിയുടെ കൂടെ സ്വപ്നം കണ്ടു. അറിയില്ലേ, നമ്മുടെ ചെറിയ അലിക്കുഞ്ഞി ഉസ്താദ് അല്ലെ, അലിക്കുഞ്ഞി ഉസ്താദ് പല്ലാക്കടപ്പുറത്ത് ദർശനം നടത്തിയ മഹാനല്ലേ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഒരു കൂട്ടം ബഹുമാന്യരായ ശിഷ്യന്മാരുടെ അടുക്കൽ വെച്ചിട്ടിരിക്കൽ പറഞ്ഞു, കിച്ചേരി എന്റെ ഉസ്താദ് ശംസുലുലമ വലിയും മിൻ ഔലിയാഇല്ല, അല്ലാഹുവിന്റെ ഔലിയായിൽ ഒരു വലിയാണ്. ഒരിക്കൽ ധാരാളം അദ്ദേഹത്തിന്റെ സഖാഫികളായ ശിഷ്യന്മാരെ അടുത്ത് വെച്ചിട്ടാ പറയുന്നേ. ശരി, എന്നോട് മാത്രമല്ല ഒരുപാട് ആളോട് പറയാറുണ്ട്, എന്റെ ഉസ്താദ് വലിയ മിൻ ഔലിയാഇല്ലാഹിയാണ്. എന്റെ ഒരു പുതിയാപ്പിളയുടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളയെ ഒഴിവാക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കയ്യിൽ പണം വേണം, 2 ലക്ഷം രൂപ പുതിയാപ്പിള കയ്യിലേക്ക് കൊടുത്തിട്ട് പുതിയാപ്പിളയെ ഒഴിവാക്കണം. ഖുൽഉ ചെയ്യുക എന്നാണ് അതിന് പറയുക. പെണ്ണ് ഭർത്താവിനെ അങ്ങോട്ട് ഒഴിവാക്കുക. അങ്ങനെ ഒരു വിഷയം വന്നപ്പോ 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒഴിവാക്കണം, കയ്യില് പണമില്ല. സങ്കടത്തോടെ ഞാൻ രാത്രിയിൽ കിടന്നു. പെട്ടെന്ന് ആ രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു. എന്റെ ഉസ്താദ് ശംസുലുലമയെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞു. എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആലിക്കുഞ്ഞി നീ ടെൻഷനാകണ്ട, ഞാൻ പണം തരാം. സ്വപ്നത്തിൽ 50 രൂപ എന്റെ കയ്യിലേക്ക് എടുത്തു തന്നു. എന്റെ സ്വപ്നം അങ്ങ് തെളിഞ്ഞു, മനസ്സിലൊരു പ്രതീക്ഷ തെളിഞ്ഞു. ഉസ്താദിനെ സ്വപ്നം കണ്ട വെറുതെയാകൂല. നേരം പുലർന്നു. സുബ്ഹാനല്ലാഹ്, പല ആളുകളായിട്ട് ഒരാൾ 1 ലക്ഷം രൂപ കൊണ്ടു തന്നു. നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയുന്നയാളാ. ഈ കല്ലുരാവിയിലെ മജ്‌ലിസിൽ വെച്ചിട്ട് പേര് പറഞ്ഞാൽ അറിയുന്ന ഒരാള് അലിക്കുഞ്ഞി ഉസ്താദിന് 1 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് കൊടുത്തു. കൊടുക്കുമ്പോൾ പറഞ്ഞു, കടമാണ് ഇൻഷാ അല്ലാഹ് പിന്നെ തന്നാ മതി. വേറെ 2 ആളുകൾ 50 കടമായിട്ട് കൊടുത്തു. അങ്ങോട്ട് ചോദിക്കും മുമ്പേ ഇങ്ങോട്ട് 2 ലക്ഷം രൂപ ആളുകൾ കൊടുത്തു. വിഷയം അതല്ല, പിന്നീട് ഈ 2 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല. സ്വതക്കയായിട്ട് ഓരോരുത്തരും ആ പൈസയെ നിയ്യത്ത് ചെയ്തു. എന്നിട്ട് ഉസ്താദ് പറയാണ്, ഇതെന്റെ ഉസ്താദിന്റെ കറാമത്താണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആലിക്കുഞ്ഞി ഉസ്താദ് പറയാറുണ്ട്. ഈ ജില്ലയിലെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയോ ഘടകങ്ങളുടെയോ പിറകെയില്ലാത്ത ഉസ്താദുമാര് പോലും ശംസുൽ ഉലമയുടെ കറാമത്ത് പറയാറുണ്ട്. അവര് പറയാറുണ്ട്, മഹാൻ വലിയാണ്, മഹാനുന്നതനാണ്. ശംസുൽ ഉലമയുടെ അനുജന്റെ ഒരു മകനുണ്ട്, അഹ്സനിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എതിർ വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ വെച്ച് ബിരുദമെടുത്തയാളാണ്. മാത്രമല്ല പ്രഗത്ഭനായ മുദരിസാണ്. അദ്ദേഹം ദർസ് നടത്തുന്ന വടകര ഭാഗത്തുള്ള ഒരു പള്ളിയിൽ എനിക്ക് വാദുണ്ടായിരുന്നു. വാദ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയുടെ പുറത്ത് തുമ്മാൻ തിന്നുന്ന വലിയൊരു പെട്ടിയുമായിട്ടിരിക്കുന്നുണ്ട്. ആ തുമ്മാൻ തിന്നുന്ന ചെല്ലപ്പെട്ടിയും കത്തിയും കണ്ടപ്പോ എനിക്ക് ശംസുൽ ഉലമയെ ഓർമ്മ വന്നു. ശംസുൽ ഉലമയുടെ അനുജന്റെ മകനാണ്. അലി മുസ്ലിയാരുടെയോ അബ്ദുള്ള മുസ്ലിയാരുടെയോ മകൻ. അഹ്സനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. നല്ല മുദരിസ, ധാരാളം കുട്ടികളുണ്ട്, നല്ല തഹഖീഖുള്ള ആലിമാണ്. ഞാൻ ചോദിച്ചു, അല്ല മൂത്താപ്പയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ സംഘടനയിൽ ഇല്ലാത്തയാളാണ്. ഞാൻ ചോദിച്ചു, മൂത്താപ്പയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അഹ്സനി പറഞ്ഞു, മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. എന്റെ ഉമ്മയുടെ കാലിന് ഷുഗർ വന്നു. ഷുഗർ വന്നിട്ട് ഡോക്ടർമാര് കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ മുത്താപ്പയെ സമീപിച്ചു. അപ്പോൾ മുത്താപ്പ പറഞ്ഞു, കാല് മുറിച്ചു മാറ്റണ്ട, ഇൻഷാ അല്ലാഹ് ആഴ്ച കൊണ്ട് ആ രോഗം മാറും. ചികിത്സിക്കാൻ പണമിതാ. ഒരു കെട്ട് പണമെടുത്തിട്ട് എന്റെ കയ്യിൽ തന്നോ. നോക്കണം, ഒരാഴ്ച കൊണ്ട് എന്റെ ഉമ്മാന്റെ രോഗം മാറി. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ. ഇപ്പോൾ തന്നെ ആ വഫാത്തായതിനു ശേഷമുള്ള ശംസുൽ ഉലമയുടെ മഖാമിലേക്ക് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കൂലം കുത്തി ഒഴുകുന്നത് എത്രയെത്ര ആളുകളാ. പകലെന്നില്ല, രാത്രിയെന്നില്ല. നട്ടപ്പാറ
പാതിരാ നേരത്ത് ഒരിക്കൽ SKSSF-ന്റെ ഒരു സിയാറത്ത് യാത്ര. അവിടെ എത്തി നോക്കുമ്പോൾ അതിന്റെ പുറത്ത് ആളുകൾ കാണുകയാണ്. മഖാമ് പൂട്ടിയിട്ടുണ്ട്, പള്ളി പൂട്ടിയിട്ടുണ്ട്. മഖാമിന്റെ പുറത്ത് ആളുകൾ സിയാറത്ത് ചെയ്യുകയാ. പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: നമ്മുടെ നേതാക്കന്മാരെല്ലാം അല്ലാഹു തആല പൊരുത്തപ്പെട്ട മഹാന്മാരാ. അവരാരും ചില്ലറക്കാരല്ല. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ മഹാന്മാരെ പിറകിൽ നിൽക്കുക, മരിച്ചുപോയ മഹാന്മാർക്ക് ഫാത്തിഹ ഓതുക. ഇതുപോലെയുള്ള ശംസുൽ ഉലമയുടെ സെന്റർ ഉണ്ടാക്കിയാൽ ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ശംസുൽ ഉലമയുടെ മൗലിദ് ഒരു ഹദീഥോ 2 ഹദീഥോ അതിന്റെ ഉള്ളിൽ വെച്ച് പാരായണം ചെയ്യുക. ശംസുൽ ഉലമ ഹയാത്താക്കിയ കുറെ ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോ നിസ്കാരത്തിന്റെയും പിറകെ 500 വട്ടം ചൊല്ലണമെന്ന് എന്നോട് ഒരിക്കൽ മഹാനുഭാവൻ പറഞ്ഞിരുന്നതാണ്. 500 വട്ടം ചൊല്ലാൻ കഴിയുമെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെയും പിറകെ 500. തീർന്നില്ല, ഹിസ്ബുൽ ബഹർ, ഹിസ്ബുൻ നസ്ർ തുടങ്ങിയ മൗലിദ് കിതാബിന്റെ വക്കിൽ കാണുന്ന ദിക്റുകളില്ലേ, അതേപോലെ ജലാലിയ, റാത്തിബ്, ശംസുൽ ഉലമ പതിവാക്കാറുള്ള ദിക്റുകളാണ്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ച് ആഴ്ചയിലോ മാസത്തിലോ ചൊല്ലുക. റബിയുൽ ആഖിറായാൽ, ഓരോ കൊല്ലവും റബിയുൽ ആഖിറായാൽ, ശംസുൽ ഉലമയുടെ ആണ്ടുമാസമായാൽ വളരെ കേമമായിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച് ശംസുൽ ഉലമയുടെ ആണ്ട് കഴിക്കുക. നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദീനീ നസീഹത്ത് ഒരു അരമണിക്കൂറിൽ ഒതുങ്ങുന്ന ക്ലാസ്. 2 മണിക്കൂറാകുമ്പോൾ ഒരു കുട്ടിയും ആ ക്ലാസ്സിന് വരില്ല. മനഃശാസ്ത്രപരമായി ക്ലാസ് എടുക്കാനും മറ്റും നമ്മുടെ നാസർ മാഷ പോലെയുള്ളവർ ഇപ്പോൾ പ്രഗത്ഭരായിട്ടുണ്ട്, യോഗ്യരായിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ താഴെ ഒതുങ്ങുന്ന ക്ലാസ്. നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ വേർതിരിക്കണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാൽ ഇസ്ലാമിന്റെ ഉമ്മയാണ്. പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ സന്ദേശത്തെ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത. അതുകൊണ്ട് ഇവിടെയുള്ള മുജാഹിദ്, ജമാഅത്ത്, സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരെന്നൊന്നും നമ്മൾ ചിത്രീകരിക്കണ്ട, ചിറകെട്ടിയിട്ട് വേറെയാക്കണ്ട. എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് മഹിതമായ പാരമ്പര്യത്തിന്റെ ആദർശത്തെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിന് ഇവിടെയുള്ള SKSSF-ഉം SYS-ഉം നേതൃത്വം കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് നേരെയാണെങ്കിൽ ഉറപ്പാണ് മഞ്ചത്ത വജദ പ്രവർത്തിച്ചാൽ എത്തിക്കുക തന്നെ ചെയ്യും. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ നോക്കൂ, മഹാനായ ശംസുൽ ഉലമ വരക്കല മക്കാമിൽ കടന്നിട്ട് ആളിങ്ങനെ പോകുന്ന നോക്കിയിട്ടുണ്ടാവില്ല, ചിന്തിക്കുന്ന അൽഹംദുലില്ലാഹ് ഞാൻ ഉണ്ടാക്കി വെച്ച ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ ഇങ്ങനെ വരികല്ലേ, അൽഹംദുലില്ലാഹ് എത്ര റാഹത്തുണ്ടാവും അല്ലേ. ആ മുഖാമിൽ ഇങ്ങനെ നമുക്കിപ്പോ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ എന്നോട് സ്റ്റേജിൽ കയറിയിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഒരുപാട് പ്രവർത്തകന്മാര്, നാട്ടിലെ കുട്ടികൾ ഊണും ഉറക്കൊഴിഞ്ഞ് തോരണം കിട്ടാനും ഈ ഉദ്ഘാടനം മനോഹരമാക്കാനും ദിവസങ്ങളായി പരിശ്രമിക്കുകയാണ് ഉസ്താദേ. ആ കുട്ടികളെ കുട്ടികൾ തന്നെ പറഞ്ഞിട്ട് ദ്വാരക്കണം. പടച്ച റബ്ബേ, ആ മക്കൾക്കെല്ലാം നീ ഖൈറ് പ്രദാനം ചെയ്യണേ പടച്ചവനെ. നമ്മുടെ നേതാക്കന്മാരുടെ മദതും ഔനും, നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ സ്നേഹ സഹായവും കാവലും ഈ പ്രവർത്തകന്മാർക്ക് മുഴുവൻ എല്ലാ കാലത്തും